എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഇന്ന് ആ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ആർട്ടറ്റയുടെ ഭയങ്കര ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും അതിൽ ഒരുപാട് സന്തോഷവും അതുപോലെ ഒരുപാട് ആശ്വാസവും ഉള്ള പോലെ എനിക്ക് തോന്നി. ഈ ഒരു മത്സരത്തിൽ 1-0 അങ്ങനെ കഷ്ടിച്ച് ആർസണൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും കളിയുടെ അവസാനമായപ്പോൾ ഈ ഒരു 1-0 ലീഡ് അതവരെ കോസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും തോന്നലുകൾ ഉണ്ടായി. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ഒരു ജയം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ലീഗ്. ഐ മീൻ ലാസ്റ്റ് 2 മത്സരങ്ങൾ നമുക്കറിയാം. സിറ്റി ആയിട്ട് ഓബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു അതൊരു ടഫ് ഗെയിം ആയിരിക്കും എന്ന്. ബട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു മത്സരത്തിൽ ഐ തിങ്ക് ആർസണൽ ഫാൻസും അഡ്മിറ്റ് ചെയ്യും അവരെന്തെങ്കിലും കളിക്കാൻ ശ്രമിച്ചു എന്ന്. പക്ഷെ അതിന് മുമ്പത്തെ റിസൾട്ട് ഉണ്ടല്ലോ, ഈ സ്റ്റേഡിയത്തിൽ എമിറേറ്റ്സിൽ ബോൺമത്തിനെതിരെ ഏറ്റ ആ ഒരു തോൽവി ശരിക്കും ഈ ടൈറ്റിൽ റേസിലൊരു വലിയ ടിൽറ്റ് സംഭവിച്ചത് ആ ഒരു റിസൾട്ടാണെന്ന് എനിക്ക് പറയും. ഇപ്പം ആ ഒരു റിസൾട്ട് ആർസണലിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ, ആ ഒരു ജയം അവർക്ക് നേടാനായിരുന്നെങ്കിൽ മേ ബി നമ്മൾ ഈ ടൈറ്റിൽ റേസിന് ഇപ്പോൾ ഇത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ട് കാണില്ലായിരുന്നു. പക്ഷേ സംഭവിക്കേണ്ടതെല്ലാം ഫുട്ബോൾ എന്തായാലും സംഭവിക്കുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി. എന്തായാലും ഇന്നത്തെ ഈ ജയത്തിന് ശേഷം ആർസണൽ താൽക്കാലികമായി പ്രീമിയർ ലീഗിൻ്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സിറ്റി നമുക്കറിയാം അവർ FA കപ്പ് ഫൈനലിലോട്ട് ഇന്ന് സൗത്താംപ്ടനെ തോപ്പിച്ച് ക്വാളിഫൈ ആയി. അടുത്ത ആഴ്ച സിറ്റി എവർട്ടൺ എവയാണ്. അതിന് മുമ്പ് ആർസണലിന് ഒരു മാച്ചും കൂടി ഉണ്ട്. ഇനി ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഫുള്ളം അറ്റ് എമിറേറ്റ്സ്. അപ്പോൾ ആ 2 റിസൾട്ടുകൾ ഇനി ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ ഒരു കളി എക്സ്ട്രാ കളിച്ചിട്ടുണ്ടെങ്കിലും ബോട്ടം ലൈൻ ഈസ് ആർസണൽ ടേബിൾ ടോപ്പിലേക്ക് തിരിച്ചെത്തിയെന്നുള്ളത് തന്നെയാണ് ആ ഒരു ഫാൻ ബേസിനും ആ പ്ലെയേഴ്സിനും ആ കോച്ചിനും വേണ്ട ഒരു ജയം. എന്തായാലും ഈ ഒരു മത്സരത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ 5 മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്തിനെക്കുറിച്ചായിരിക്കും? സെറ്റ് പീസ്. അല്ലാണ്ട് പിന്നെ എന്ത്? ആർസണലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സെറ്റ് പീസിനെ കുറിച്ച് പറയണ്ടേ? എന്തായാലും ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സംഭവമാണ് കണ്ടത്. യൂഷ്വലി ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് സെറ്റ് പീസിൽ അറ്റാക്ക് ചെയ്യുന്ന ആർസണൽ ഇന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് എടുത്തത്. അവർ കുറച്ച് ഷോർട്ട് കോർണറുകൾ കളിച്ചു. ആക്ച്വലി 2022 ശേഷം പ്രീമിയർ ലീഗിൽ ആർസണൽ 3 ഷോർട്ട് കോർണറുകളാണ് ഈ ഫസ്റ്റ് ഹാഫിലെ കണക്കാട്ടോ. 3 ഷോർട്ട് കോർണറുകൾ മാത്രമാണ് അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ 3 ഷോർട്ട് കോർണറും ഇന്നായിരുന്നു, ഈ മത്സരത്തിലായിരുന്നു. ആൻഡ് അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളൊരു ടാക്ടിക്കാണ്. ഓബ്വിയസ്ലി ന്യൂ കാസലിൻ്റെ ഡിഫൻസിൽ നമുക്കറിയാം മാലിക് തിയാവ് ഉണ്ട്, സ്വെൻ ബോട്ട്മൻ ഉണ്ട്, ഡാൻ ബേൺ ഉണ്ട്. ഭയങ്കര ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. അതുകൊണ്ടാണ് ആർസണൽ ആ ഒരു ഷോർട്ട് കോർണറിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും ആദ്യ ഗോള് പിറന്നതും ആ ഒരു ഷോർട്ട് കോർണറിൽ നിന്നാണ്. എസയുടെ ഒരു ഇൻക്രെഡിബിൾ ഫിനിഷ്. ഗോള് കണ്ടാൽ തന്നെ നമുക്കറിയാം അടിച്ച് കറക്റ്റ് ആ ടോപ്പ് കോർണറിൽ നല്ല സ്വർവിൽ നല്ല പേസിൽ അടിച്ച് കയറ്റി. എന്തായാലും അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ ഒരു കോർണറിൽ ഓഡെഗാർഡിൻ്റെ ഒരു റണ്ണ്. അങ്ങനെ ഇവിടെ ഒരു ബോൾ വരുന്നു, ഹവേർട്സ് ഇങ്ങോട്ട് കളിക്കുന്നു, അടിച്ചകത്തിടുന്നു. ശരിക്കും അതൊരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്ത പ്രോപ്പർ ഒരു സാധനമാണ്, ഒരു സെറ്റ് പീസ് റുട്ടീനാണ്. ഒരുപക്ഷെ ഡയറക്റ്റ് ആയിട്ട് പ്രതീക്ഷിച്ചിരുന്ന ന്യൂ കാസലിനെ പെട്ടെന്ന് ഈ ഒരു നീക്കത്തിലൂടെ ആർസണൽ സർപ്രൈസിലൂടെ ഞെട്ടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വലിയ ഡിബേറ്റ് ഫുട്ബോളിൽ ഈ ഒരു കഴിഞ്ഞ 12 മാസമായിട്ട് നടക്കുന്നുണ്ടല്ലോ. സെറ്റ് പീസുകൾ ഫുട്ബോളിന് ആപത്താണോ, ഈ ഒരു ഫുട്ബോൾ കളിക്കുന്നത് ശരിയാണോ, മോറലി കറക്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡിബേറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാനൊരു ആർസണൽ ഫാൻ അല്ല, നിങ്ങൾക്കറിയാം, ഞാനൊരു ചെൽസി സപ്പോർട്ടറാണ്. പക്ഷെ എന്നാലും നിങ്ങളുടെ ടീമിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നനുസരിച്ച് ആ രീതിയിൽ കളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പം ഇത് ഒരു മോറൽ ഹൈ ഗ്രൗണ്ടിലൊക്കെ നിന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആർസണൽ ചരിത്രപരമായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്, വെങ്കറിൻ്റെ കീഴിലൊക്കെ എങ്ങനെയാണ് കളിച്ചത്, ആ ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാം. പക്ഷെ അതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ഒരു ആർസണലല്ല ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ പശ്ചാത്തലവും. മിക്കേൽ ആർട്ടറ്റ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഓവർ 1 ബില്യൺ സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു മാനേജറാണ്. കഴിഞ്ഞ 3 സീസണുകളിലും സെക്കൻഡ് ഫിനിഷ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു മാനേജറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്ട്രാ മൈല് പോകാൻ വേണ്ടി ആർട്ടറ്റ ഏതറ്റം വരെയും പോകുമെന്നുള്ളൊരു സംശയമില്ല. അല്ലെങ്കിൽ പുള്ളി ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഫയർ കത്തിച്ച് ഫയർ ഇൻസൈഡസ് എന്നുള്ള മെന്റാലിറ്റി ഒക്കെ കൊണ്ടുവരിക. പണ്ട് മണിച്ചിത്രത്താഴിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരാളും സഞ്ചരിക്കാത്ത പാതയിലൊക്കെ കൂടെയാണ് ഇപ്പം മിക്കേൽ ആർട്ടറ്റ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് നമ്മളെല്ലാവരും എടുക്കണമെന്ന്. അവർക്കത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ഓബ്വിയസ്ലി സ്റ്റിക്ക് ഓൺ ചെയ്യും. ബിക്കോസ് ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതിലൊന്നും ഇപ്പം വലിയ പ്രസക്തിയില്ല.
ആൻഡ് ഐ എം 100% ഷുവർ മിക്കേൽ ആർട്ടറ്റയും സെറ്റ് പീസ് കോച്ചായ നിക് യോവറും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഈ സീസൺ എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക, അത് മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ആൻഡ് ഇന്ന് ലിറ്ററലി ആ ഒരു സ്ട്രാറ്റജിയുടെ തന്നെ വേറൊരു വകഭേദത്തിൽ അവർ ആ ഡിസൈസീവ് ഗോൾ കണ്ടെത്തി എന്നുള്ളത് ശരിക്കും അവരുടെ ഒരു കോച്ചിങ് മെത്തേഡിനുള്ളൊരു സല്യൂട്ട് തന്നെയാണ്. കാരണം ന്യൂകാസലിൻ്റെ ഏരിയൽ എബിലിറ്റിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവർ ആ ഒരു സെറ്റ് പീസ് റുട്ടീൻ വർക്കൗട്ട് ചെയ്ത് അവിടെ എസയുടെ ആ ഒരു ക്വാളിറ്റി ഉപയോഗിച്ച് ഒരു ഗോൾ കണ്ടെത്തി. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇന്ന് ആ ആർസണൽ ക്യാമ്പ് വളരെ ഹാപ്പി ആയിരിക്കും. ഇനി ന്യൂകാസലിലേക്ക് വരാം. ഈ സീസൺ ശരിക്കും അവർക്കൊരു വലിയ അച്ചീവ്മെന്റ് ഇന്ന് ബിൽഡ് ഓൺ ചെയ്യാനുള്ള ഒരു സീസൺ ആയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം കരവാവോ കപ്പ് അടിച്ചു, ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ച് ക്വാളിഫൈ ആയി. ഈ ഒരു സീസൺ എന്ന് വെച്ചാൽ അതിൽ നിന്ന് എങ്ങനെ ബിൽഡ് ചെയ്യാം, അതാണല്ലോ ഒരു ചാലഞ്ച്. ഓബ്വിയസ്ലി ഇങ്ങനെ ചില ടീമുകളുണ്ട് ആ ടോപ്പ് 6 ബ്രേക്ക് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഓരോരോ സീസണിൽ ആരെങ്കിലും പൊങ്ങി വരും. പക്ഷെ അവർക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. ഒരു സീസൺ ചാമ്പ്യൻസ് ലീഗിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസൺ ആ ഒരു ഡിമാൻഡ് വരുന്നു. പ്രീമിയർ ലീഗിലെ ഇൻറ്റൻസിറ്റി നമുക്കറിയാം, 38 മത്സരങ്ങൾ ഒരു സീസൺ കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു 1.5 പരിപാടി തന്നെയാണ് ഏതൊരു സ്ക്വാഡിനും. അപ്പോൾ ആ ഒരു ചാലഞ്ച് ഉണ്ടല്ലോ ന്യൂകാസലിന് അത് ഈ കൊല്ലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവരിപ്പോൾ നിലവിൽ 14ാം സ്ഥാനത്താണ്, 42 പോയിൻ്റായിട്ട്. കഴിഞ്ഞ 5 മത്സരങ്ങൾ ഇൻ ഓൾ കോമ്പറ്റീഷൻസ് ദേ ഹവ് ലോസ്റ്റ്. നമുക്കറിയാം ബാഴ്സലോണയായിട്ടുള്ള സെക്കൻഡ് ലെഗിന് ശേഷം തുടർച്ചയായി 4 തോൽവികളാണ് പ്രീമിയർ ലീഗിൽ, ഇൻക്ലൂഡിങ് ടൈൻവെയർ ഡാർബിയിലെ സണ്ടർലൻഡ് ആയിട്ടുള്ള ആ ഒരു തോൽവി. ആൻഡ് ആ സണ്ടർലൻഡിനെതിരെയുള്ള തോൽവിയായിരിക്കും ന്യൂകാസിൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുറിവ്. ബിക്കോസ് നമുക്ക് ആ ഒരു ടൈൻവെയർ ഡാർബിയുടെ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ നമുക്കറിയാം. ഈ കൊല്ലം പ്രൊമോട്ടായി പ്രീമിയർ ലീഗിലേക്ക് വന്ന ടീമാണ് സണ്ടർലൻഡ്. അവരിപ്പോൾ ന്യൂകാസിലിനേക്കാൾ മുകളിലാണെന്ന് മാത്രമല്ല, ഈ സീസണിലെ 2 പ്രീമിയർ ലീഗ് ഫിക്ചേഴ്സും ഹോം ആൻഡ് അവേ സണ്ടർലൻഡ് ന്യൂകാസിലിനെ തോപ്പിച്ചും കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞ സീസണിൽ അവർ അച്ചീവ് ചെയ്ത ആ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ ശരിക്കും ഒരു ദുരന്തമല്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. കാരണം 14ാമത് നിൽക്കുന്നു, എനിക്ക് തോന്നുന്നു 40 പോയിന്റിൽ ലീഡ്സ് അതിൻ്റെ അടിയിലുണ്ട്. അതിൻ്റെ അടിയിൽ നോട്ടിംഗം ഫോറസ്റ്റ്, വെസ്റ്റ് ഹാം, പിന്നെ സ്പേഴ്സ്, ബേൺലി, വൂൾഫ്സ്, ഇങ്ങനെയാണ് ടേബിൾ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എഡി ഹൗവിൻ്റെ ഫ്യൂച്ചറിൽ ചെറിയൊരു പരിങ്ങലുണ്ട്, പുള്ളീനെ കൺസിഡർ ചെയ്യുമോ? കാരണം ഒബ്വിയസ്ലി അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സമ്മറിൽ. അവരുടെ മെയിൻ സമ്മർ ടാർഗറ്റ്സിന് ആരെ അവർക്ക് കിട്ടിയില്ലെന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം. എല്ലാ പൊസിഷനിലും എവിടെയൊക്കെ ആൾ വന്നിട്ടുണ്ടോ അതെല്ലാം അവരുടെ ഫസ്റ്റ് ചോയ്സ് ടാർഗറ്റുകളല്ല വന്നിരിക്കുന്നത് ക്ലബിലേക്ക്. അതുപോലെ തന്നെ എഡി ഹൗ എന്ന മാനേജറിന് ഒരു വലിയ ക്രൈസിസ് ഈ സീസണ് മുമ്പ് തന്നെ ഡീൽ ചെയ്യേണ്ടി വന്നു. ഈസാക്കിൻ്റെ സിറ്റുവേഷൻ നമുക്ക് എല്ലാം അറിയാം. അതൊരു ലോങ് ഡ്രോൺ ഔട്ട് ട്രാൻസ്ഫർ സാഗ ആയിപ്പോയി. പുള്ളി ആ ഒരു സംഭവം ഭയങ്കര പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചു എഡി ഹൗ. ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഈസാക്കിന് വേണമെങ്കിൽ കളിക്കാം, അങ്ങനെ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് പുള്ളി ആ ഒരു സിറ്റുവേഷനെ മീഡിയയിലൊക്കെ വന്ന് ഫേസ് ചെയ്തത്. കാരണം യൂഷ്വലി അങ്ങനെ ഒരു പ്ലെയർ ഒരു റിബല്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കളിക്കുന്നില്ല, പ്രീ സീസൺ വരുന്നില്ല എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ആ ഒരു മീഡിയയിൽ വന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രീ സീസൺ എന്നൊക്കെ പോകുമ്പോഴും എല്ലാത്തിലും ഈസാക്ക് ആയിരുന്നു ആ സമ്മറിലെ ഏറ്റവും വലിയൊരു ടോക്കിംഗ് പോയിന്റ്. കോൺസ്റ്റൻ്റ്ലി അണ്ടർ മീഡിയ പ്രഷറാണ്. കാരണം നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് ഉള്ളൊരു സീസൺ, കപ്പടിച്ച് നിൽക്കുന്ന ഒരു ന്യൂകാസിൽ ആക്ച്വലി ഹിസ്റ്റോറിക്കലി ഫാൻസ് വൈസ് ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഒരു ബിഗ് ക്ലബ്ബ് തന്നെയാണ്. ഞാനൊരു വലിയ ക്ലബ്ബായിട്ട് ഈ ന്യൂകാസലിനെ, ആസ്റ്റൺ വില്ലേനെയൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ട്രഡീഷണൽ ടോപ്പ് 6 അല്ല അവരെങ്കിലും ദേ ആർ സ്റ്റിൽ ബിഗ് ക്ലബ്സ്. ഇംഗ്ലണ്ടിൽ വലിയ ക്ലബ്ബുകൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അവർക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അവരുടെ മെയിൻ പ്ലെയറിനെ അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു നാരേറ്റീവ് അവിടെ ഓടുന്നുണ്ട്. ബിക്കോസ് എന്താണ് ഇതിൽ കൂടുതൽ ചെയ്യുക? ന്യൂകാസിൽ ഒരു ട്രോഫി ജയിച്ചു, ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു വന്നു, വലിയൊരു ബാക്കിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ അറിയാം സൗദി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു വലിയ ബാക്കിംഗ് ഉണ്ട്. അപ്പം എന്താണ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ന്യൂകാസലിൻ്റെ ഫേസിൽ എന്നുള്ള ആയിരുന്നു മെയിൻ ചർച്ച. അപ്പം അതിൻ്റെ ഒരു സെൻറ്റർ പീസ് ആയിരുന്നു ഈസാക്ക് ഓബ്വിയസ്ലി പോകുന്നു, നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ഒന്നില്ലെങ്കിൽ ആർസണൽ അല്ലെങ്കിൽ ലിവർപൂൾ, എന്തായാലും ക്ലബ്ബ് വിടുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ലായിരുന്നു. പക്ഷേ എഡി ഹൗവിന് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളി വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ ഓബ്വിയസ്ലി ഇങ്ങനൊരു പ്ലെയർ പോയി കഴിയുമ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ടീമിലുണ്ടാവും. ഈസാക്ക് കഴിഞ്ഞ കൊല്ലം ന്യൂകാസിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു വലിയ പ്രസൻസ് ആ ടീമിൽ നിന്ന് പോകുമ്പോൾ 2 പ്ലെയേഴ്സിനെ അവർ കൊണ്ടുവന്നു. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. എന്തായാലും ആ ഒരു ഗ്യാപ്പ് അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഈ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായ ഇഞ്ചുറീസ് അവരുടെ മിഡ്ഫീൽഡിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിഡ്ഫീൽഡ് 3 ഉണ്ടല്ലോ, ബ്രൂണോ ഗുമാരസ്, സാൻഡ്രോ ടൊണാലി, ജോലിൻടൺ, ഇവർ 3 പേരും കംപ്ലീറ്റ്ലി ഫിറ്റായിട്ട്
അറ്റ് ദെയർ ബെസ്റ്റ് കളിക്കുമ്പോൾ ഈ ലീഗിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡുകളാണ്. അത് കഴിഞ്ഞ കൊല്ലം നമ്മൾ കണ്ടതാണ്. പക്ഷെ അവർക്ക് ആർക്കും ഒരു സെയിം ലെവലിൽ ഈ സീസൺ കളിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഇഞ്ചുറീസ്, 1-2 പേർക്ക് ഇഞ്ചുറി വരും, എല്ലാവരും ഒരുമിച്ച് ആ ഒരു സെയിം ഇതിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓബിയസ്ലി ഈസാക്കും കൂടെ പോയപ്പോഴത്തേക്കും അതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെയാണ് ഈ കോച്ചിൻ്റെ ഒരു മെത്തേഡുകളിൽ വന്നിട്ടുള്ളത്. പക്ഷെ മാക്സിമം പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൂയിസ് മൈലിയുടെ എമർജൻസും കാര്യങ്ങളൊക്കെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ന്യൂകാസിലിനെ കുറിച്ച്. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പം എഡി ഹൗവിനെതിരെ എന്ത് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും നല്ലൊരു ടോപ്പ് കോച്ച് തന്നെയാണ് എഡി ഹൗ. ന്യൂകാസിലിനെ ലീഡ് ചെയ്യാൻ പറ്റിയൊരു കോച്ചാണ്, നല്ല ഐഡിയാസ് ഉള്ള കോച്ചാണ്. അത് ഇവിടെ മാത്രമല്ല, ബോൺമത്തിലും പുള്ളി വന്നപ്പോഴും ഇവിടെയും പുള്ളി അത് രണ്ടിടത്തും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ന്യൂകാസിലിനെ ഒരു കപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു വലിയ സംഭവം പുള്ളി കഴിഞ്ഞ സീസണിൽ അച്ചീവ് ചെയ്തു. ഈ സീസണിൽ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും സർക്കംസ്റ്റാൻസസുകളുടെ ഇടയിൽ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം ന്യൂകാസിൽ എഡി ഹൗവിനെ വിട്ടുകൊടുത്താൽ വേറെ ആരെ കൊണ്ടുവന്ന് റിപ്ലേസ് ചെയ്യും? ഈ ലീഗിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉള്ള ഒരാളെ കൊണ്ടുവന്നിട്ടേ ഒരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് അടുത്ത സീസൺ തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഫോറിൻ കോച്ചിനെ കൊണ്ടുവരികയാണെങ്കിൽ എനിക്കറിയില്ല എത്രത്തോളം. പിന്നെ ഈ ലീഗിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കോച്ചസ് ഉണ്ട്. ആൻ്റണി ഇറയോള ഉണ്ട്, ഗ്ലാസ്നർ ഉണ്ട്, ഇവരെല്ലാവരും അവൈലബിൾ ആവും സമ്മറിൽ. പക്ഷേ അവർക്കും ഡിമാൻഡ് ഉണ്ടല്ലോ. അവരെയും വേറെ ക്ലബ്ബുകൾ നോട്ട് വിടുന്നുണ്ട്. എല്ലാ വലിയ ക്ലബ്ബുകളും നോട്ട് വിടുന്നുണ്ട്. ഇപ്പം യുണൈറ്റഡിന് ഒരു പെർമനന്റ് മാനേജറിനെ വരുമോ ഇല്ലയോ, ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരിക്ക് ഓബിയസ്ലി നല്ലൊരു ജോബ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി അവർക്കൊരു പെർമനന്റ് മാനേജറുടെ ആവശ്യമുണ്ട്. ചെൽസിക്ക് എന്തായാലും ഒരു ആവശ്യമുണ്ട്. ഈ കാര്യം ഇപ്പം ആസ്നൽ എങ്ങാനും ലീഗ് അടിച്ചില്ലെങ്കിൽ ആർട്ടറ്റയുടെ ജോലി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. സോ ഇവിടെയൊക്കെ ജോലികൾ ഈ സമ്മറിൽ വേൾഡ് കപ്പിന് ശേഷം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ന്യൂകാസലിന് ഇനി എഡി ഹൗവിനെ പറഞ്ഞു വിടണമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആരെ വെച്ച് റീപ്ലേസ് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം അവിടെ വലിയ പ്രസക്തിയുള്ളൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈസിയാണ് ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലെടുത്തൊരു പാനിക് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഈസിയാണ്. പക്ഷേ ഇപ്പോൾ എഡി ഹൗവിനെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വെറും 4 മത്സരങ്ങൾ ഇനി ബാക്കിയുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ ഹൗവിനെ പറഞ്ഞു വിടേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തൊക്കെ ബാഡ് ഫോം ആണെങ്കിലും എൻ്റെ മനസ്സ് പറയുന്ന പുള്ളിക്ക് ഇത് ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു സീസണിൽ ഓബിയസ്ലി ഈ ഒരു ഡിസ്ട്രാക്ഷനും പ്ലെയർ ഡിപ്പാർച്ചറിൻ്റെ ഡിസ്ട്രാക്ഷനും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് പുള്ളിയുടെ പ്ലെയേഴ്സ് ഫിറ്റ് ആവുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവരെ നല്ലൊരു പ്രീ സീസണിലൂടെ നയിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂകാസലിന് അടുത്ത സീസൺ ടോപ്പ് 6 പുഷ് ചെയ്യാം. ഇനി നമുക്ക് ആർസണലിൽ ലീഗ് ടൈറ്റിൽ അടിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട പ്ലെയറിനെ കുറിച്ച് സംസാരിക്കാം. അത് മറ്റാരുമല്ല, വിക്ടർ യോക്കറേസ് തന്നെയാണ്. നമുക്കറിയാം ഈ സീസണിന് മുമ്പുള്ള മെയിൻ നറേറ്റീവ് ഇതാണ്: ആർസണലിന് ഒരു ഗോൾ സ്കോറിംഗ് നമ്പർ 9 വേണം. ആ ഒരു പ്ലെയർ വരികയാണെങ്കിൽ ഒരു റെഗുലറായിട്ട് ഒരു 20 ഗോളും ലീഗിൽ അടിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ വരികയാണെങ്കിൽ അവർക്ക് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് ലീഗ് ടൈറ്റിൽ അടിക്കാം. അത് തന്നെയാണ് അവർ ചെയ്തത്. ഈസാക്കിന് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ബിഡ് അവർക്ക് റേസ് ചെയ്യാൻ താല്പര്യമില്ല എന്നവർ തീരുമാനിച്ചതിന് ശേഷം നെക്സ്റ്റ് തിങ് എന്താണ്? യോക്കറേസ്. യൂറോപ്പിൽ വേറെ ഏത് സ്ട്രൈക്കറുള്ള അവൈലബിൾ ഉള്ള മേടിക്കാം. അവർ ആ ക്യാഷിന് അവിടെ ചെയ്തു, സ്ട്രൈക്കർ വന്നു. പക്ഷേ ഈ സീസൺ യോക്കറേസ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ബിക്കോസ് ഇങ്ങനൊരു പ്ലെയർ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ ലീഗ് ടൈറ്റിൽ അടുപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു പ്ലെയറിൻ്റെ ആ ഒരു പെർഫോമൻസുകൾ പുറത്തു വന്നിട്ടില്ല. നമ്മൾ മണ്ടന്മാരൊന്നുമല്ല, നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സ്പോർട്ടിങ്ങിൽ അടിച്ചിരുന്ന അത്രയും ഗോള് ഇവിടെ വന്ന ആദ്യത്തെ സീസൺ തന്നെ അടിക്കുമെന്ന്. അതൊക്കെ ശുദ്ധമായ മണ്ടത്തരാണല്ലോ. കാരണം അവിടുത്തെ ലീഗും ഇവിടുത്തെ ലീഗും തമ്മിലുള്ള ക്വാളിറ്റി ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ അതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു യോക്കറേസിൽ നിന്ന്. അതൊന്നും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പരിധി വരെ ആർസണൽ യോക്കറേസിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് കളിച്ചിട്ടുമില്ല. ചില മത്സരങ്ങളിലൊക്കെ നമുക്കറിയാം അവർ ഇൻ ബിഹൈൻഡ് ബോളുകളൊന്നും കളിക്കുന്നില്ലായിരുന്നു. ആ സ്ട്രൈക്കറിനെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലായിരുന്നില്ല അവരുടെ സെറ്റപ്പ്. കുറച്ച് നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ അപ്രോച്ചും ആർസണൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടുപേരുടെയും ഒരു ഫോൾട്ട് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള 4-5 മത്സരങ്ങൾ അത് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം ഹാവേർട്സ് ആണ് സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ചുറി വന്ന് റിപ്ലേസ് ചെയ്തു, പിന്നെയാണ് യോക്കറേസ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള ഒരു 4 മത്സരം ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമ്പർ 9 ആയിട്ട് കളിക്കാൻ സാധ്യത യോക്കറേസ് ആണ്. ബിക്കോസ് ഹേസൂസിനെ ഇനിയുള്ള ഈ ഒരു ക്രൂഷ്യൽ റണ്ണിനിൽ ആർട്ടറ്റ ട്രസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി ഐ തിങ്ക് പുള്ളിയുടെ ഒരു ആർസണൽ കരിയർ ഓൾമോസ്റ്റ് ഓവർ. ഈ സീസൺ കഴിയുമ്പോൾ പോവായിരിക്കും. അതായിരിക്കും പുള്ളിയുടെ കരിയറിന് നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന റണ്ണിൽ യോക്കറേസിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. നമുക്കറിയാം ഈ സീസണിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന ടീമായിരിക്കും ലീഗ് ടൈറ്റിൽ അടിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പോയിന്റ്സ് സെയിം ആവാം, ഗോൾ ഡിഫറൻസ് ഈ ഒരു മത്സരത്തിൻ്റെ ആർസണലിൻ്റെ മാച്ചിന് മുമ്പ് വരെ പോയിന്റ്സും സെയിം ആയിരുന്നു, ഗോൾ ഡിഫറൻസും സെയിം ആയിരുന്നു. സിറ്റി കൂടുതൽ ഗോൾ അടിച്ചത് കൊണ്ട് മാത്രമാണ് അവർ നമ്പർ 1 പൊസിഷനിൽ ഇരുന്നത്.
ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഗോളുകൾ കണ്ടെത്താനാവുമോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിൽ 1989 എനിക്ക് തോന്നുന്ന ആസ്നൽ ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുണ്ട് ഇതുപോലെ കൂടുതൽ ഗോളുകൾ അടിച്ച്. ഈ സീസൺ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏത് ടീം ഇനിയുള്ള 4 മത്സരങ്ങളിൽ കൂടുതൽ ഗോളുകൾ അടിക്കുമെന്ന് ചോദിച്ചാൽ സിറ്റി എന്ന് തന്നെ എനിക്ക് പറയാനാവുള്ളൂ. സിറ്റി മേ ബി അവർ കൺസീഡ് ചെയ്യായിരിക്കും, പക്ഷേ ഫോർവേഡ് തിങ്കിങ് പ്ലേയേഴ്സിൻ്റെ ഒരു അപ്രോച്ചും അവരുടെ ഒരു സ്റ്റൈലും വെച്ചിട്ട് സിറ്റിയാണ് കൂടുതൽ ഗോളുകൾ അടിക്കാനുള്ള സാധ്യത. അപ്പോൾ ആസ്നലിന് വേണ്ടി യോക്കറൈസ് ഫയർ ചെയ്യണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സാക്ക ഒരു മെയിൻ ത്രെട്ടായിരുന്നു, ഗോൾ ത്രെട്ടായിരുന്നു. സാക്ക ഒരു ഇഞ്ചുറിക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. ഈ ഒരു ക്രൂഷ്യൽ റണ്ണിന് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മഡ്വെക്കയുടെ ഞാൻ ആ ഒരു ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇൻ ടേംസ് ഓഫ് ഗോൾസ്. ഞാൻ മഡ്വെക്കേനെ ചെൽസിയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പം ഒരു റിലയബിളി കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും അങ്ങനത്തെ സിറ്റുവേഷനുകളിലൊന്നും ഗോൾ അടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഗോളുകളുടെ ആവശ്യകതയുള്ള ഒരു ടീമിൽ ആ ഒരു നമ്പർ 9 ജോലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഒരു ഹെഡ്ലൈൻ സൈനിങ് ആയിട്ട് യോക്കറൈസ് ഇങ്ങോട്ട് വന്നത് തന്നെ ആസ്നലിനെ ലീഗ് ടൈറ്റിൽ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും ഇനിയുള്ള മത്സരങ്ങളിൽ. അപ്പോൾ യോക്കറൈസിന് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആസ്നലിൻ്റെ ഒരു ടൈറ്റിൽ പ്രതീക്ഷകൾ. ഈ ഒരു നിമിഷത്തിൽ യോക്കറൈസിൻ്റെ ആ ഒരു കോൺഫിഡൻസിന് ചെറിയൊരു ആട്ടം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പല ഡ്യുവലുകളും യോക്കറൈസ് വിൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ അവസാനം നമുക്ക് ആ ഒരു ചാൻസ് അറിയാം. ആ ഒരു കൗണ്ടറിൻ്റെ അകത്ത് സാക്കേനെ വേണമെങ്കിൽ അവിടെ പ്ലേ ആയിരുന്നു. അവിടെ ഒരു പാസ് കളിച്ചാൽ അവിടെ ഓപ്പണാണ്, അവിടെ ഒരു ഓപ്പൺ ഗോളാണ്. ആസ്നലിന് അവിടെ കളി കംപ്ലീറ്റ്ലി സെറ്റിൽ ചെയ്യാം. പക്ഷെ ആ ഒരു പാസ് നമുക്കറിയാം അത്ര ഒരു ക്വാളിറ്റി പാസ്സായിരുന്നില്ല, ഒരു വീക്ക് പാസ്സായിരുന്നു. ശരിക്കും ഒരു ടോപ്പ് ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും അങ്ങനത്തെ ഒരു പാസ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത്. ലൈക്ക് ഈ പ്ലെയേഴ്സിൻ്റെയൊക്കെ ടെക്നിക്കൽ ക്വാളിറ്റിയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാസ് കൊടുക്കാൻ കഴിയണമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് മേ ബി ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ആയിരിക്കാം. എനിക്ക് പുറത്തുനിന്ന് നോക്കിയപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ യോക്കറൈസ് കോൺഫിഡൻ്റ് ആവുക, ഗോളുകൾ അടിക്കുക എന്നുള്ളത് ആസ്നലിൻ്റെ ടൈറ്റിൽ റേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. ഇനി നമ്മൾ വീണ്ടും രണ്ടാമത്തെ പോയിന്റിൽ എഡി ഹൗവിൻ്റെ സൈനിങ്സുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒബ്വിയസ്ലി ആ ഈസാക്കിനെ റീപ്ലേസ് ചെയ്തപ്പോൾ അവർ കണ്ടൊരു സ്ട്രാറ്റജി എക്കറ്റിക്കനെ കിട്ടണമെന്നായിരുന്നു, കിട്ടിയില്ല. ജോ പെഡ്രോനെയും ലിയം ഡെലാപ്പിനെയും ഒക്കെ വേണമെന്നുണ്ടായിരുന്നു, അതൊന്നും കിട്ടിയില്ല. അവസാനം അവർ സെറ്റിൽ ചെയ്തത് നമുക്കറിയാം, നിക് വോൾട്ടമാഡ, യോൻ വീസ, ഒരു പ്രീമിയർ ലീഗ് പ്രൂവൺ ഫോർവേഡ്, ഒരു ജർമ്മനിയിൽ നിന്നുള്ള ഹൈലി റേറ്റഡ് ഹൈലി ടാലൻറ്റഡ് പ്ലെയർ. ഈ ഒരു കോമ്പിനേഷനിലാണ് അവർ പോയത്. ന്യൂകാസലിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഈ 2 പ്ലെയേഴ്സ് ഒരുമിച്ച് അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളത് വലിയൊരു കൺസേൺ ആണ്. കാരണം തുടക്കത്തിൽ നമുക്കറിയാം വീസയ്ക്ക് ഒരു നീ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഒരുപാട് നാല് പുറത്തിരുന്നിട്ടാണ് ലൈനപ്പിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. വോൾട്ടമാഡ നമുക്കറിയാം കളി തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസണിൽ നല്ലോണം റെഗുലറായിട്ട് ഗോളുകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എവിടേക്കോ പതുക്കെ പെക്കിംഗ് ഓർഡറിൽ നിന്ന് താഴെ പോയി. ഇപ്പം രണ്ടുപേരും എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് ഫസ്റ്റ് ചോയ്സ് ഓപ്ഷനുകളാണെന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ മത്സരത്തിൽ നമുക്കറിയാം രണ്ടുപേരും ബെഞ്ചിലായിരുന്നു. ഒസൂലിയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഈ മത്സരത്തിൽ ഇവർ രണ്ടുപേരും സെക്കൻഡ് ഹാഫിൽ പിച്ചിലേക്ക് ഇറങ്ങിയ ശേഷം ഒരു മോമെൻറ്റിൽ ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കാണാനായി. വോൾട്ടമാഡ ഒരു പാസ് നൽകി, വീസ ഹാഡ് സ്പേസ്, പക്ഷേ ഷൂട്ട് ചെയ്ത് മോളിൽ കൂടെ പോയി. ആ ഒരു ഷോട്ട് ശരിക്കും ടാർഗറ്റിലെങ്കിലും അടിക്കണമായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ ഒരു മോമെന്റ് സൂചിപ്പിക്കുന്നത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഒരുപക്ഷെ ഇൻ ആൻ ഐഡിയൽ സിറ്റുവേഷൻ വർക്ക് ചെയ്തേനെ. ഇപ്പോൾ വീസയ്ക്ക് ആ ഒരു തുടക്കത്തിൽ ഒരു നീ ഇഞ്ചുറി വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച ഒരു ബിഗ് മാൻ സ്മോൾ മാൻ പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ പ്രീമിയർ ലീഗിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇവർ രണ്ടുപേരും നല്ലോണം കമ്പൈൻ ചെയ്യാൻ എബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. ഇവരുടെ ട്രൈറ്റ്സ് നോക്കുകയാണെങ്കിൽ വീസ നമുക്കറിയാം ഇൻ ബിഹൈൻഡ് റണ്ണുകൾ മേക്ക് ചെയ്യാനും അതുപോലെ ഒരു വേറൊരു ഫോർവേഡ് പ്ലെയറിന്റെ കൂടെ കളിക്കാൻ ഭയങ്കര കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. നമ്മൾ എംബൂമോന്റെ കൂടെ കളിച്ചത് ബ്രെൻഫോർഡിലൊക്കെ കഴിഞ്ഞ പോലെ നമുക്കറിയാം 19 ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ അടിച്ചത് വീസ. ആ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂകാസിൽ 55 മില്യൺ പൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്ത് വീസേനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വോൾട്ടമാഡ ഒരു വൺ ഡയമെൻഷണൽ സ്ട്രൈക്കർ ഒന്നും അല്ല. ആ ഒരു ഫിസിക്കൽ സ്റ്റാച്ചർ, ആ ഒരു ഹൈറ്റ് ഒക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ജസ്റ്റ് ക്രോസ് ഇട്ട് കൊടുക്കുക, ഹെഡ് ചെയ്യുക. അങ്ങനത്തെ ഒരു സ്ട്രൈക്കറേ അല്ല വോൾട്ടമാഡ. പുള്ളിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഡ്രിബിൾ ചെയ്യാം, ആൾക്കാരെ ടേക്ക് ഓൺ ചെയ്യാം, ലിങ്കപ്പ് പ്ലേ അടിപൊളിയാണ്. ആ ഒരു ശരിക്കും അത്രയും ഫിസിക്കൽ സ്റ്റാച്ചർ ഉള്ളൊരു പ്ലെയറിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ശരിക്കും വിചാരിക്കില്ല. ഭയങ്കര സിൽക്കി ആയിട്ടുള്ള പ്ലെയറാണ് വോൾട്ടമാഡ. ലൈക്ക് ഡീപ്പായിട്ടൊക്കെ വന്ന് കളിയൊക്കെ ബിൽഡ് ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ന്യൂകാസിൽ ഈ സീസൺ ഉണ്ടായിരുന്നെങ്കിൽ
ഒരു പക്ഷേ അവരിപ്പം ആക്ച്വലി ടോപ്പ് ഹാഫിലായിരുന്നേനെ, അവരൊരു 14ാം സ്ഥാനത്തേക്കൊന്നും പിന്തള്ളപ്പെടില്ലായിരുന്നു. എന്തായാലും ഈ സീസൺ വിസയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൊർഗറ്റബിൾ ക്യാമ്പയിൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുള്ളി ന്യൂകാസിലേക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഫോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇങ്ങോട്ട് വന്നപ്പം ഒരുമാതിരി ബ്രെൻഫോർഡിന്റെ ശാപം പോലെ ഇവിടെ ഒട്ടും പച്ച പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് വേണം 4 മത്സരങ്ങൾ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, 15 അപ്പിയറൻസ് ഉണ്ട്, 4 അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പ്രീമിയർ ലീഗിൽ, ഒരേ ഒരു ഗോളും അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കോച്ചിന്റെ ട്രസ്റ്റ് ഇനിയുള്ള മത്സരങ്ങളിൽ വിൻ ചെയ്തെടുക്കുക, ഇവിടെ തനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തെളിയിക്കുക എന്നുള്ളത് വിസയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമുക്കറിയാം ന്യൂകാസലിന് ഇപ്പോൾ ഫണ്ടിങ്ങിന്റെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും അവർക്ക് സമ്മറിൽ വേണമെങ്കിൽ അവർക്ക് 1-2 പ്ലേയേഴ്സിനെ, ഒരു 2 ഫോർവേഡിനെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാൻ വിചാരിച്ചാൽ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ചോദ്യം ആഴ്സണലിന് ആക്ച്വലി ടൈറ്റിൽ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. സീസണിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആഴ്സണൽ കപ്പടിക്കുമെന്ന് തന്നെയാണ്. കാരണം അതിനുള്ള ടീമുണ്ട് അവർക്ക്, അവർ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ അവർ ആവശ്യത്തിലധികം കാര്യങ്ങൾ അവർ ബാക്കപ്സിനെ കൊണ്ടുവന്നു. അവർക്ക് നല്ല ഓപ്ഷനുകളുണ്ട് എല്ലാ പൊസിഷനിലും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോൺമത്തിനെതിരെയുള്ള ആ ഒരു തോൽവിയാണ് എനിക്ക് തോന്നുന്ന ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സംഭവമായിരുന്നു. ശരിക്കും ആ ഒരു റിസൾട്ടിന് ശേഷം ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ലൈക്ക് ആഴ്സണൽ കല ഉടച്ചോ എന്നുള്ള. ശരിക്കുള്ള എനിക്ക് സിറ്റിയുടെ മാച്ച് അല്ല, എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് സിറ്റി, ഞാൻ പറഞ്ഞല്ലോ ഈ എറ്റിഹാഡിൽ പോയി ആഴ്സണൽ ജയിക്കുമെന്ന് എനിക്ക് പണ്ടും ഈ ഒരു വോബിളൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു എറ്റിഹാഡിൽ പോയി ആഴ്സണൽ ജയിക്കുമെന്നുള്ള ആ ഒരു സംഭവം എനിക്കില്ലായിരുന്നു. കാരണം ബിഗ് ഗെയിമുകളിൽ ആഴ്സണൽ എപ്പോഴും പല സമയങ്ങളിലും സേഫായിട്ട് കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തോക്കരുത് അങ്ങനത്തെ ഒരു അപ്രോച്ച് എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കളി കാണുമ്പോൾ. ലൈക്ക് എപ്പോഴും നമ്മളൊരു ചാമ്പ്യൻ ടീം ആവണം എന്നുള്ളപ്പോൾ നമുക്കൊരു വലിയ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ചെൽസിയുടെ റെഫറൻസിൽ പറയാം. പണ്ട് ആന്റോണിയോ കോണ്ടയുടെ കീഴിൽ ചെൽസി കപ്പടിച്ച സമയത്ത് എറ്റിഹാഡിൽ പോയി നമ്മളൊരു കളി ജയിക്കുന്നുണ്ട്. ഹസാർഡൊക്കെ ഗോൾ അടിച്ചിട്ട് 3-1 നമ്മൾ ജയിക്കുന്നുണ്ട്. അപ്പം ഒരു ടൈറ്റിൽ ചാലഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ബിഗ് ഗെയിമുകൾ ഉണ്ടല്ലോ, ലൈക്ക് നിങ്ങളുടെ റൈവൽസിന്റെ എവേ മത്സരങ്ങൾ, അവിടെയൊക്കെ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ലൈക്ക് അവിടെ പോയി ജയിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ആഴ്സണലിൽ നിന്ന് വന്നിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അവരെപ്പോഴും അങ്ങനത്തെ മത്സരങ്ങളിൽ കുറച്ചൊന്ന് ഒരു ചെറിയ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് കളിക്കുന്ന പോലെയൊക്കെ എനിക്ക് പല സിറ്റുവേഷനുകളും തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ സിറ്റി ആയിട്ടുള്ള മത്സരം ഞാൻ പണ്ടും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആഴ്സണൽ പെർസ്പെക്റ്റീവിൽ കൊടുത്തിട്ടില്ല. ബിക്കോസ് എനിക്കറിയാം സിറ്റി ആയിട്ട് അവർ തോറ്റാലും ബാക്കിയുള്ള മത്സരങ്ങൾ ജയിക്കുകയാണെങ്കിൽ അവർക്കൊരു ചാൻസ് ഉണ്ട്. കാരണം സിറ്റി പല സിറ്റുവേഷനുകളിലും സ്ലിപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീസൺ. ഇപ്പോൾ ഒരു കൺസിസ്റ്റന്റ് റണ്ണിലാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഈ ഒരു കാരബാവ് കപ്പ് ഫൈനലിന് മുമ്പായിട്ട് കുറേ സിറ്റുവേഷൻ പല ആഴ്ചകളിലും സിറ്റിക്ക് അബദ്ധങ്ങൾ പറ്റിയ സിറ്റുവേഷനുകൾ നമുക്കറിയാം. അപ്പം ഞാൻ എപ്പോഴും അവർ ആ ജാനുവരിയിൽ 2 സൈനിങ്ങൾ നടത്തിയല്ലോ, ഗുയിയും സെമന്യും. അതിന് മുമ്പ് വരെ എനിക്കറിയായിരുന്നു സിറ്റി എന്തായാലും പഴയ സിറ്റി അല്ല, അവർക്ക് ഒരിക്കലും ആ ഒരു റണ്ണൊന്നും ബിൽഡ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ലൈക്ക് ആഴ്സണലിൽ നിന്നും ഭയങ്കര അൺക്യാരക്ടറിസ്റ്റിക് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്കറിയാം ആഴ്സണലിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഇങ്ങനൊരു സംഭവത്തിൻ്റെ. പക്ഷേ ഈ സീസൺ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു സ്ലിപ്പ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം സംഭവിച്ചു, ഓക്കെ. പക്ഷെ 4ാമത്തെ പ്രാവശ്യം അത് സംഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ എവിടെ ഒരു മീമ് കാണുമായിരുന്നു. ആഴ്സണൽ അവസാനം ലീഗ് അടിച്ചത് നമുക്കറിയാം 2004 ഇൻവിൻസിബിൾസ് ആണ്. അതിനുശേഷമാണ് ഇന്റർനെറ്റും ജിമെയിലും ഫേസ്ബുക്കും ഒക്കെ വന്നത്. അപ്പോൾ ടെക്നിക്കലി ഒരു ആഴ്സണൽ ഫാനും വി ആർ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് എന്ന് ട്വീറ്റ് ചെയ്തിട്ടോ ഇന്റർനെറ്റിൽ പറഞ്ഞിട്ടോ ഒന്നുമില്ല എന്നുള്ള. അപ്പം അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും ആഴ്സണലിന് ഞാൻ ഒരേ ഒരു അഡ്വാൻറ്റേജ് ഈ ടൈറ്റിൽ റേസിൽ കാണുന്നുള്ളൂ നോക്കിയിട്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആഴ്ച അവർ കളിച്ചു, അവരൊരു 3 പോയിന്റ് ലീഡ്, ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട്, പക്ഷേ 3 പോയിന്റ് ലീഡ് അവരെടുത്തു. അടുത്ത ആഴ്ചയും അവർ ഫുള്ളമിനെ നേരിടുന്ന സാറ്റർഡേ ആണ്. എനിക്ക് തോന്നുന്നു സിറ്റി അത് കഴിഞ്ഞിട്ടാണ് കളിക്കുന്നത്. സിറ്റി എവർട്ടൺ എവേ ആണ്. അതൊരു ഡിഫിക്കൽട്ട് ഫിക്സർ ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. നമുക്കറിയാം സീസണിന്റെ തുടക്കത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എവർട്ടൺ ആക്ച്വലി എവേ ഫ്രം ഹോം ആയിരുന്നു നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അവർ ഹോമിൽ കുറച്ച് റിസൾട്ടുകളൊക്കെ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അവരെപ്പോഴും ഒരു ത്രെട്ടാണ് എവർട്ടൺ. ഡേവിഡ് മോയ്സിന്റെ കീഴിൽ അവർക്ക് ചില റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലബ്ബാണ്. ആൻഡ് ക്രൗഡും ഈ ഒരു സിറ്റി ആയിട്ടുള്ള മത്സരത്തിന് റെഡി ആയിരിക്കും. ആൻഡ് പെപ്പ് ഗാർഡിയോളയ്ക്ക് നമുക്കറിയാം എവർട്ടൺ എവയിൽ ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് ആ ഒരു 4-0 തോറ്റതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു ട്രിക്കി ഫിക്സറാണ്. അപ്പോൾ ആഴ്സണലിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് അവർ ജയിച്ചു 3 പോയിന്റ് ലീഡ്.
അടുത്ത ആഴ്ച ഫുള്ളമായിട്ട് ജയിച്ചാൽ അറിയാം, എനിക്ക് ഗെയിംസ് കൂടുതൽ കളിച്ചിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ ഒരു 6 പോയിന്റ് ലീഡാണ്. സിറ്റി അപ്പോഴും ക്യാച്ചപ്പ് മൈൻഡ് സെറ്റിലാണ്. നമുക്ക് ജയിക്കണം, മാച്ച് ചെയ്യാൻ, നമുക്ക് ജയിക്കണം, മാച്ച് ചെയ്യാൻ, ഇത്ര ഗോളുകൾ അടിക്കണം. ഇപ്പോൾ ഫുള്ളമിനെ നല്ലൊരു മാർജിനിൽ തോപ്പിക്കാനായി കഴിഞ്ഞാൽ സിറ്റിയുടെ മനസ്സിലുണ്ടാവും, ഓക്കെ ഇത്ര മാർജിന് അവർ ജയിച്ചു, നമുക്ക് ഇത്രയും ഗോളെങ്കിലും അടിച്ച് ജയിക്കണം. ആ ഒരു പ്രഷർ ഉണ്ടല്ലോ. എല്ലാവരും പറയും ഗെയിം ഇൻ ഹാൻഡ് ഉണ്ടല്ലോ എന്ന്, പക്ഷെ ഞാനിതിനെ നോക്കുന്നതെന്ന് വെച്ചാൽ ഗെയിം ഇൻ ഹാൻഡ് ആണെങ്കിൽ കൂടി ആ ഗെയിം പോയി ജയിക്കുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. ഗെയിം ഇൻ ഹാൻഡ് ഡസ് നോട്ട് ഈക്വൽ ടു പോയിന്റ്സ്. അതൊരു ഫാക്റ്റാണ്. ലൈക്ക് നിങ്ങൾക്ക് 90 മിനിറ്റ് നിങ്ങൾ പോയി കളിച്ച് ആ പോയിന്റ് സ്വന്തമാക്കണം എന്നുള്ളൊരു ആവശ്യകത അവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഈ ഒരു ചേസിങ് മെൻറ്റാലിറ്റി നമ്മളെപ്പോഴും ലീഗിൽ പറയും, പേസ് സെറ്റ് ചെയ്യാനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. ലൈക്ക് നമ്മൾ ആദ്യം കളിക്കുക, നമ്മൾ നമ്മുടെ ജോലി ടേക്ക് കെയർ ചെയ്യുക, അതാണ് സംഭവം. ഒരു സാധനത്തിന് നമ്മൾ ചേസ് ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ അത് കൂടുതൽ അകന്നു പോവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചേസിങ്ങിൽ ഒരു ഡെസ്പറേഷൻ ഉണ്ട്. അത് ഫുട്ബോളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഒരു ഡെസ്പറേഷൻ ഉണ്ട്. പിന്നെ പെപ് ഗാർഡിയോള മെന്റാലിറ്റി ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പുള്ളിയുടെ പ്ലേയേഴ്സിലേക്ക് പാസ് ഓണും ചെയ്യും, അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആഴ്സണൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കുകയാണെങ്കിൽ സിറ്റിക്ക് കുറച്ച് കാര്യങ്ങൾ ട്രിക്കി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഇനിയും അവർക്ക് ബോൺമത്ത് എവേ വരാൻ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീസണിന്റെ ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു ആസ്റ്റൺ വില്ലയാണ് അവർക്ക് കളിക്കാനുള്ളത്. ഹോമാണെന്നാണ് എൻ്റെ ഒരു ധാരണ, കറക്റ്റ് അറിയില്ല. എന്തായാലും ആസ്റ്റൺ വില്ലയും ബോൺമത്തും ഇനി അവർക്ക് കളിക്കാനുണ്ട്. അത് രണ്ടും ട്രിക്കി ആയിട്ടുള്ള ഫിക്ചറുകൾ തന്നെയാണ്. ആസ്റ്റണിനെ സംബന്ധിച്ചിടത്തോളം അടുത്തത് ഫുള്ളം, പിന്നെ മറ്റേ അത്ലറ്റിക്കോന്റെ സെക്കൻഡ് ലെഗ് ഉണ്ട്, പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഫിക്ചർ ഉണ്ട്, അത് ഏതാന്ന് ഞാൻ മറന്നുപോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവസാനത്തെ 2 ബേൺലിയും ക്രിസ്റ്റൽ പാലസും ആണ്. ബേൺലി എന്തായാലും ആസ്റ്റണിൽ ജയിച്ചേ പറ്റുള്ളൂ അല്ലെ. പിന്നെ ക്രിസ്റ്റൽ പാലസിന്റെ സീസൺ ഐ തിങ്ക് ഇറ്റ്സ് ഡൺ. ലൈക്ക് അവര് കോൺഫറൻസ് ലീഗിൽ മാത്രമേ ഇനി ബോധേഡ് ആവാൻ പോകുന്നുള്ളൂ. അവർ പ്രീമിയർ ലീഗിന്റെ പ്ലേയേഴ്സിനെയൊക്കെ റെസ്റ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ തീരും. അവർക്ക് ഇപ്പം അറിയാം, ഇനിയിപ്പം കോൺഫറൻസ് ലീഗ് ഈ ആഴ്ച അവരുടെ സെമി ഫൈനലാണ്. അത് അവർ ജയിക്കുവാണെങ്കിൽ അവർ ഫൈനൽ വിത്തിൻ ടച്ചിങ് ഡിസ്റ്റൻസ് ഓഫ് എ യൂറോപ്യൻ ട്രോഫി. ഒരു ടീമും ആ കോമ്പറ്റീഷനെ അൺസീരിയസ് ആയിട്ട് കാണില്ല. ഇനി എപ്പോഴായിരിക്കും പാലസ് ഒരു യൂറോപ്യൻ ട്രോഫി അടിക്കുക ഉള്ള ചാൻസ് ഉള്ളതെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ആ ഒരു ഫൈനലിൽ കയറുകയാണെങ്കിൽ അവരെന്തായാലും ആഴ്സണലിനെതിരെയുള്ള ഈ മത്സരത്തിൽ അവരുടെ ബെസ്റ്റ് ടീമിനെ കളിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഒരു ഇഞ്ചുറി വരാനോ ഒക്കെ ഉള്ളൊരു റിസ്ക് അവരെടുക്കില്ല. അവർ പ്രീമിയർ ലീഗിൽ ഓൾറെഡി സേഫാണ്. ഒരു ട്രോഫി ജയിക്കാനുള്ളതുകൊണ്ട് അവർ ഒരുപക്ഷെ അവരുടെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഫോട്ടോ ഫിനിഷിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സെയിം പോയിന്റും സെയിം ഗോൾ ഡിഫറൻസും ആയിട്ട് കൂടുതൽ ഗോളുകൾ അടിക്കുന്ന ടീം ഈ ലീഗ് ജയിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ലിവർപൂൾ സിറ്റി കണ്ടിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ആ ഒരു ഗോൾ ഡിഫറൻസിൽ ടൈറ്റിൽ സെറ്റിലായതൊക്കെ. പക്ഷെ ഇത് ഗോൾ ഡിഫറൻസും ടൈ ആയിട്ട് ഒരു ഗോൾ സ്കോർഡിൽ ഒരു ടോപ്പ് ഫ്ലൈറ്റ് ടൈറ്റിൽ ഡിസൈഡ് ആവുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളെല്ലാം മാർജിൻ ഫോർ എറർ ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയും ഏതെങ്കിലുമൊക്കെ മത്സരങ്ങൾ പ്രീമിയർ ലീഗിലെ വരുന്ന ആഴ്ചകളിൽ സമയമുള്ള പോലെ ഇതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻഗേജ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ കോർ ഓഡിയൻസ് ഇപ്പോഴും ഇന്ത്യൻ ഫുട്ബോളാണ്, പക്ഷേ പ്രീമിയർ ലീഗിലെ കുറച്ചൊരു ഓഡിയൻസിലേക്ക് എനിക്ക് എത്തണമെന്നുണ്ട്. ബിക്കോസ് ഈ ലീഗാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ലീഗ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് താങ്ക് യു. എനിക്കറിയാം കുറച്ച് ലോങ് വീഡിയോ ആണ്, ഞാൻ കുറച്ചുകൂടെ ലോങ് ഫോർമാറ്റ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആഴ്സണൽ കൊല്ലം ടൈറ്റിൽ അടിക്കുമോ, ആഴ്സണലിനെ കുറിച്ചുള്ള നിങ്ങളുടെ പേടി എന്താണ്, നിങ്ങളുടെ കൺസേൺ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തത് ഏത് മത്സരങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് കണ്ടിട്ട് കാണാൻ താല്പര്യമുള്ളതെന്നും കമൻറ്റ് ചെയ്യുക. നമുക്കതെല്ലാം ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.